രൂപത്തിൽ നിന്നനുഗ്രഹപാത്രം ആയോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. To officially welcome you all and to set the tone for today's event, I now invite our beloved Shafiq sir to deliver the welcome address. Welcome you, sir. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ആദരണീയനായ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ സ്കൂൾ മാനേജർ പി എ ഹാഷിം സാർ, നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള റഹ്മാൻ വാഴക്കാട് സാർ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന ട്രസ്റ്റിൻ്റെയും പി ടി എയുടെയും പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഗൈഡൻസ് സ്ഥാപനങ്ങളുടെ 22ാമത് വാർഷികാഘോഷത്തിനാണ്. കലാരവം എന്ന് പേരിട്ട ഈ ഒരു പരിപാടി ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കുട്ടികളുടെ വർണ്ണവൈവിധ്യം നിറഞ്ഞ പ്രോഗ്രാമുകളുമായി 10-30ഓളം പ്രോഗ്രാമുകൾ കഴിഞ്ഞ് അതിൻ്റെ ആനന്ദത്തിൽ നിൽക്കുന്ന രക്ഷിതാക്കളും കുട്ടികളുമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളാം. ഗൈഡൻസ് പബ്ലിക് സ്കൂൾ 2003 പ്രവർത്തനം ആരംഭിച്ച് 22 വർഷം പൂർത്തിയാകുമ്പോൾ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു കലാലയമാണ് നമ്മുടെ സ്ഥാപനം. CBSE വിദ്യാഭ്യാസം എന്ന് പറയുന്ന ബ്രോയിലർ കോഴികളെ സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അപ്പാടെ മറ്റൊരു തരത്തിൽ സൃഷ്ടിക്കുവാൻ ഗൈഡൻസ് സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ 22ാം വാർഷിക വേളയിൽ കൃത്യമായി പറയുവാൻ സാധിക്കും. കാരണം കുട്ടിയുടെ പഠനം ലക്ഷ്യം നിർത്തിയാണ് നമ്മൾ കുട്ടികളെ CBSE സ്ഥാപനങ്ങളിലാവട്ടെ മറ്റ് പൊതുവിദ്യാലയങ്ങളിലാവട്ടെ അയക്കാറുള്ളത്. എന്നാൽ പഠനം മാത്രമാണ് CBSE സ്ഥാപനങ്ങളിൽ നടക്കുന്നത്, സ്പൂൺ ഫീഡിംഗ് ആണ് നടക്കുന്നത് എന്നൊരു സംവിധാനത്തെ മാറ്റി പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി മികച്ച ഒരു പൗരനെ നാളേക്കായി വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ഗൈഡൻസ് സ്ഥാപനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അൽഫിത്ര ആയാലും ദാറുൽ ഖുർആൻ ആയാലും ഗൈഡൻസ് പബ്ലിക് സ്കൂൾ ആയാലും എല്ലാം പ്രവർത്തിക്കുന്നത് നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന, ധാർമ്മികമായി നിലവാരമുള്ള, അച്ചടക്കമുള്ള, ധാർമ്മിക ബോധമുള്ള, നാളത്തെ തലമുറയെ നയിക്കാൻ കഴിവുള്ള മികച്ച പൗരന്മാരെ, മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ദൗത്യമാണ് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യത്തിന് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയുവാൻ സാധിക്കും. 2025 ആയപ്പോഴേക്കും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിട്ട് ഇറങ്ങിയ 10ഓളം ബാച്ചുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നല്ല ഡോക്ടർമാരും നല്ല എഞ്ചിനീയർമാരും നല്ല സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷം. ഈ വർഷവും നമുക്ക് 10ാം ക്ലാസ്സിൽ ഏതാണ്ട് 36 കുട്ടികൾ ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുവാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. അവർക്ക് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർക്ക് എന്തൊക്കെ വേണോ അവർക്ക് ആവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ വിജയം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ 30 കുട്ടികളിൽ പരീക്ഷ എഴുതിയ 30 കുട്ടികളിൽ 8 കുട്ടികൾ 90% മുകളിൽ മാർക്ക് വാങ്ങുകയും ബാക്കി ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കുകയും ചെയ്തു. അതിൽ തന്നെ നമ്മുടെ ആദില ബഷീർ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ആ വിദ്യാർത്ഥിയെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു വേദിയിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ CBSE പരീക്ഷ എഴുതിയതിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A1 വാങ്ങാൻ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞു.
പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ. നമുക്കറിയാം, പഠനം മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ CBSE സ്ഥാപനങ്ങളിൽ മികവ് കൊണ്ടും തികവ് കൊണ്ടും സാമ്പത്തിക ഭദ്രത കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടും ഒരുപാട് സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് കോട്ടയം ജില്ല. അവിടെ ഇരാറ്റുപേട്ട എന്നൊരു സ്ഥലത്ത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഗൈഡൻസ് പബ്ലിക് സ്കൂൾ അവിടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൊണ്ട് മികവുറ്റ ഒരു കലാലയമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാവുന്ന വസ്തുതയാണ്. അതിന്റെ ഫലമാണ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് മുറിയുടെ 4 ചുവരുകളിൽ ഒതുങ്ങേണ്ടതല്ല വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന പ്രസംഗ പരിശീലനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ക്വിസ് മത്സരത്തിനുള്ള പ്രാക്ടീസുകൾ, ഇവയെല്ലാം കൊണ്ട് കോട്ടയം ജില്ലയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുവാൻ കഴിഞ്ഞ 3 വർഷങ്ങളായി ഗൈഡൻസ് പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിനും എൻ്റെ വിദ്യാർത്ഥികളെയും ഞങ്ങളെ നയിക്കുന്ന മാനേജ്മെന്റിനെയും പ്രശംസിക്കുവാനും ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 3 വർഷമായി കോട്ടയം ജില്ലയിലെ CBSE സ്ഥാപനങ്ങളുടെ കലാമേളയിൽ റണ്ണറപ്പ് സ്ഥാനം നേടുന്ന വേഗ വിദ്യാലയമാണ് നമ്മുടെ സ്ഥാപനം ഗൈഡൻസ് പബ്ലിക് സ്കൂൾ. കഴിഞ്ഞ 3 വർഷമായി കോട്ടയം ജില്ലയിൽ CBSE സ്കൂളുകളിൽ കലാമേളയിൽ 2ാം സ്ഥാനവും കായികമേളയിൽ വോളിബോൾ മത്സരങ്ങളിൽ തുടർച്ചയായ 3 വർഷങ്ങളിലും റണ്ണറപ്പ് സ്ഥാനവും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയം അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ഉള്ള സൗകര്യങ്ങളിൽ മാക്സിമം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടാണ് അവരെ ഉന്നതിയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്. ഈ കഴിഞ്ഞ ദിവസവും പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്ന പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ നമ്മുടെ 10ഓളം കുട്ടികൾ നല്ല ഫസ്റ്റ് പ്രൈസ് നേടി അവരുടെ സർഗമേളയിൽ മാറ്റുരക്കുകയുണ്ടായി. ഇതെല്ലാം ഗൈഡൻസിന്റെ ഒരു ലക്ഷ്യം, ഗൈഡ് ടു ഗുഡ്, നല്ലതിലേക്ക് നയിക്കുക എന്നുള്ള മോട്ടോയോടുകൂടി പ്രവർത്തിക്കുന്ന ഗൈഡൻസ് പബ്ലിക് സ്കൂളിന്റെ ലക്ഷ്യം അന്വർത്ഥമാക്കുന്ന വിജയങ്ങളാണ് നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയും പഠന മികവുള്ള കുട്ടികളെയും മാറ്റി തിരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകമായ ഒരു ടാബ് എന്ന പദ്ധതിയിൽ കൂടി വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് ഗൈഡൻസ് പബ്ലിക് സ്കൂളിനുള്ളത്. അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, കരാട്ടയും സ്കേറ്റിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ക്വിസ് കോമ്പറ്റീഷനിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ചെന്നെത്താമോ അവിടെയൊക്കെ ഗൈഡൻസ് പബ്ലിക് സ്കൂളിന്റെ പേര് എത്തിക്കുക എന്നുള്ള ഒരു പരിശ്രമം നമ്മുടെ സ്ഥാപനത്തിലുള്ള പ്രിയപ്പെട്ട അധ്യാപകരും ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട മാനേജ്മെന്റും അതിലുപരി എൻ്റെ മിടുക്കരായ വിദ്യാർത്ഥികൾ നേടിത്തരുന്നുണ്ട്. എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഈ സ്ഥാപനം നാൾക്ക് നാൾ ഇനിയും ഉയരട്ടെ. നാളെ ഈ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഗൈഡൻസിൽ പഠിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോട് കാണുന്ന ഒരു പറ്റം സമൂഹം നാളെ ഉണ്ടായി വരുന്ന തരത്തിലേക്ക് നമ്മുടെ സ്ഥാപനം വളരട്ടെ. ഇതിൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് അതൊക്കെ ഉണ്ടായി നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി കുട്ടികളെ വാർത്തെടുക്കുന്ന നല്ലൊരു കലാലയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ ഈ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എനിക്ക് പറയാൻ സാധിക്കും, ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് പ്രിയങ്കരനായ മാനേജർ P. A. ഹാഷിം സാറിനെയാണ്. നമുക്കറിയാം, ഈ ഒരു പ്രദേശത്തെ ഇത്ര നല്ല രൂപത്തിൽ ക്രമീകരിച്ച് ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് ക്രമീകരിക്കുക ഞങ്ങളുടെ ദീർഘദർശിയായ ബഹുമാനപ്പെട്ട മാനേജർ P. A. ഹാഷിം സാറിനെ കലാരവം 2025 പേരിൽ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് വളരെ ദൂരത്തുനിന്നും വളരെ കൃത്യസമയം പാലിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ റഹ്മാൻ സാറിനോടാണ്. അദ്ദേഹം നമുക്കറിയാം വളരെ ദൂരത്തുനിന്ന് കൃത്യമായിട്ട് നമുക്കറിയാം ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് എങ്കിലും അതിലൊക്കെ ഗസ്റ്റുകൾ വരാറുണ്ടെങ്കിലും ഗസ്റ്റുകൾ കൊണ്ട് താമസിക്കുന്ന പ്രോഗ്രാമുകളാണ് നമ്മുടെ പല പ്രോഗ്രാമുകളും. എന്നാൽ വളരെ ടൈം കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുനിന്നും എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് റഹ്മാൻ സാറിന് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ ഫാമിലിയുടെ പേരിൽ കലാരവം 2025 പേരിൽ ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നിൽ സ്വാഗതം ആശംസിക്കേണ്ടത് ബഹുമാനപ്പെട്ട ട്രസ്റ്റിന്റെ ചെയർമാൻ, അദ്ദേഹം എത്തിയിട്ടില്ല, M. ഷരീഫ് സാർ. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അൽഹുദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വർക്കിംഗ് ചെയർമാൻ K. അൻസാരി സാറിനെയും
വളരെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ട്രസ്റ്റിന്റെ ജോയിന്റ് സെക്രട്ടറി VM അഞ്ജന സാർ, നമ്മുടെ PTA പ്രിയങ്കരനായ പ്രസിഡന്റ്, കഴിഞ്ഞ 2 വർഷക്കാലമായി PTA നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പ്രസിഡന്റ് മുഹമ്മദ് ഷരീഫ് സാർ, ട്രസ്റ്റ് മെമ്പർ അബ്ദുൽ ഖാദർ സാർ, അതോടൊപ്പം തന്നെ ട്രസ്റ്റിന്റെ ഭാരവാഹി കൂടിയായ നമ്മുടെ സ്ഥാപനത്തെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഹാരിസ് അലായി അവർകൾ, എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി വളരെ ഊഷ്മളമായി കലാരവൻ 2025 വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൽ അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, എല്ലാ കാര്യത്തിലും എന്ത് കാര്യത്തിലും വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മഹേഷ് സാർ, വൈസ് പ്രിൻസിപ്പൽ ആണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് എന്റെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികളായ ഫർഹാനും ഹംനയുമാണ്. നമ്മുടെ ഹെഡ് ബോയും ഹെഡ് ഗേളുമാണ്. അവരുടെ 10ാം ക്ലാസ്സിന്റെ തിരക്കുകൾക്കിടയിലും വളരെ നന്നായി കുട്ടികളെ നയിക്കുന്ന പ്രിയപ്പെട്ട ഹെഡ് ബോയ് ഹെഡ് ഗേളിനും ഈ കലാരവം 2025 വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ട്രസ്റ്റിന്റെ ഭാരവാഹികൾ, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ നല്ലവരായ വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അൽഫിത്രയിലെ സഹപ്രവർത്തകർ, ദാറുൽ ഖുർആനിലെ സഹപ്രവർത്തകർ, എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. Thank you, sir, for those inspiring and warm words. Ladies and gentlemen, it's my privilege and honor to invite the cornerstone of our success, our manager PA Hashim sir, to the stage and share his invaluable thoughts with us through the presidential address. Welcome you, sir. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin wa nabiyyina Muhammadin wa alihi wa sahbihi ajma'in, amma ba'd. ദൈവത്തിൻ്റെ കാരുണ്യവും സമാധാനവും നമ്മളിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് യാത്രയായ നമ്മുടെ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് ഖാദർ മഠത്തിൽ നമ്മുടെ സഹപ്രവർത്തകൻ അബ്ദുൽ ഖാദറിൻ്റെ പിതാവ് നണ്ടൻകുഴിയിൽ അബ്ദുൽ കരീം സാഹിബ്, എല്ലാവർക്കും അല്ലാഹു തആല ഖബർ വിശാലമാക്കി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ അതിഥി റഹ്മാൻ വാഴക്കാട്, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ മുഹമ്മദ് ഷഫീഖ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രോഗ്രാമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ KG സെക്ഷനിലെ കുട്ടികളുടെ പ്രോഗ്രാം ആരംഭിച്ചു. ഇപ്പോൾ രാത്രി 7 മണി കഴിഞ്ഞു. പ്രിയപ്പെട്ട റഹ്മാൻ വാഴക്കാട്, അറബി കോളേജ് അധ്യാപകനും കലാകാരനും, വാഴക്കാട് ദാറുൽ ഉലൂം അറബി കോളേജ്, കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജായ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജായ വാഴക്കാട് ദാറുൽ ഉലൂമിലെ അധ്യാപകരുമായ റഹ്മാൻ വാഴക്കാട് കലാകാരനാണ്,
മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങളിൽ തൗഹീദ് ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ വാഴക്കാട് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത് അതിൻ്റെ വേരിന് കയ്പുള്ളതാണ്, അതിൻ്റെ ഫലത്തിന് മധുരമുള്ളത് ആണെന്നാണ്. വിദ്യാഭ്യാസം എന്നത് പറയുന്നത് അതിൻ്റെ വേരിന് കയ്പാണ്, പക്ഷേ അതിൻ്റെ ഫലത്തിന് മധുരമാണുള്ളത്. അത് ഒരുപാട് ത്യാഗം ചെയ്ത് പഠിക്കേണ്ടതാണ്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കേണ്ടതാണ്, നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കേണ്ടതാണ്. മാത്സും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഇംഗ്ലീഷും മലയാളവും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഹിന്ദിയും എല്ലാം പഠിക്കേണ്ടതാണ്. ചില വിഷയങ്ങൾ കയ്പുള്ള വിഷയങ്ങളാണ്, പക്ഷേ നമുക്ക് നേടിയെടുക്കാനുള്ളത് ഫലമുള്ള ഒരു അല്ലെങ്കിൽ മധുരമുള്ള ഒരു ഫലമാണ്. ഒരുപാട് കുട്ടികൾ ഗൈഡൻസിൽ നിന്ന് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തി. കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ചെന്നു, കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ ചെന്നു, കേരളത്തിലെ ലോ കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ചെന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും മദ്രാസ് സർവകലാശാലയിലും നമ്മുടെ വിദ്യാർത്ഥികൾ ചെന്നു. കാനഡയിലും ജർമ്മനിയിലും ലണ്ടനിലും അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെന്നു. ദുബൈയിലെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു, ഷാർജ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു, ഖത്തറിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു. കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ ഈ നെല്ലിക്കച്ചാല് ക്യാമ്പസിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ, ലോകത്തെ വിവിധ സർവകലാശാലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ചെന്ന് എഞ്ചിനീയറിംഗും മെഡിസിനും ലോയും ഹിസ്റ്ററിയും എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു. അറബി കോളേജുകളിൽ വിദ്യാർത്ഥികൾ ചെന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റ് ചെയ്ത അറബി കോളേജുകളിൽ ചെന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചത് ഒരു നല്ല തലമുറയെ, ഗൈറ്റ് ടു ഗുഡ്, നല്ലൊരു തലമുറയെ. ഡോക്ടർ അല്ലാമ ഇക്ബാൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? പുഴുവിനെ പൂമ്പാറ്റയാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ഡോക്ടർ അല്ലാമ ഇക്ബാൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് വിദ്യാഭ്യാസം. അങ്ങനെയുള്ള വിദ്യയിലൂടെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക, അറിവുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഗൈഡൻസിന്റെ ലക്ഷ്യം. നമ്മൾ പഠനം മാത്രമല്ല, പാഠ്യേതര രംഗങ്ങളിലും നമ്മൾ കണ്ടു. കോട്ടയം ജില്ലയിലെ 120 CBSE സ്കൂളുകളുണ്ട്. ആ 120 സ്കൂളുകളിൽ CBSE കലോത്സവത്തിൽ സെക്കൻഡറി വിഭാഗത്തിൽ റണ്ണർ അപ്പർ ആയത് ഗൈഡൻസ് പബ്ലിക് സ്കൂളിലാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കട്ടച്ചിറ സ്കൂളിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ, ചങ്ങനാശ്ശേരിയിലെ കിളിമല സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന KG കുട്ടികളുടെ കലോത്സവത്തിൽ ഒക്കെ ഗൈഡൻസിലെ കുട്ടികൾ കടന്നു ചെന്നു. വിവിധ സ്പോർട്സിലും ഗെയിംസുകളിലും നമ്മുടെ കുട്ടികൾ കടന്നു ചെന്നു. കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ നിരവധി വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ ഗൈഡൻസിന് സാധിച്ചു എന്നത് ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഗൈഡൻസ് വളർച്ചയുടെ പാതയിലാണ്. ഞങ്ങളൊരു ചെറിയ മാനേജ്മെന്റാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാനേജ്മെന്റാണ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ സാധാരണക്കാരാണെങ്കിലും ഞങ്ങളുടെ ചിന്തയും ഞങ്ങൾ വായിച്ചിട്ടുള്ള വിജ്ഞാനവും അത് വലുതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആശയമുള്ളവരാണ്, തൗഹീദിനെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗൈഡൻസ് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി, കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന അൽഫിത്രയില് 150 വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജിൽ
50 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. കോട്ടയം ജില്ലയിൽ CBSE പഠനത്തോടൊപ്പം ഹിഫ്ള് പഠിക്കാൻ സൗകര്യമുള്ള ഏക വിദ്യാഭ്യാസം ഗൈഡൻസ് പബ്ലിക് സ്കൂളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ഗൈഡൻസ് അടുത്ത വർഷത്തോടുകൂടി ഗൈഡൻസിന് പുതിയ ഒരു ബിൽഡിംഗ് വരികയാണ്. ആ ബിൽഡിംഗ് ഗൈഡൻസിൽ പൂർത്തിയാകുമ്പോൾ 1000 എന്നുള്ളത് 1500 വിദ്യാർത്ഥികൾക്ക് വരെ പഠിക്കാനുള്ള സൗകര്യമുള്ള വലിയ ഒരു ക്യാമ്പസായി ഗൈഡൻസ് മാറുന്നു. ഗൈഡൻസ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഖുർആനിലും അൽ ഫിത്രയിലും ഗൈഡൻസിലും പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. ഗൈഡൻസിലേക്ക് കുട്ടികളെ വിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. നല്ല മിടുക്കന്മാരായ കുട്ടികളാക്കി അവരെ മാറ്റാൻ ഈ അധ്യാപകരും ഞങ്ങൾ മാനേജ്മെന്റും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ വാഴക്കാടിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, Hashim sir, for your inspiring and insightful presidential address that truly set the tone for this special occasion. Thank you, sir. Music has the power to connect hearts and create unforgettable moments. Today, we are in for something truly special. Please join me in welcoming the incredible, talented artist Rahman Warakad, whose music speaks straight to the soul. I welcome Rahman sir for inaugural address. Welcome you, sir. Assalamualaikum. Bismillahirrahmanirrahim. ബഹുമാനമുള്ള അധ്യക്ഷൻ ഹാഷിം സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ ഗൈഡൻസ് പബ്ലിക് സ്കൂൾ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഗൈഡൻസ് പബ്ലിക് സ്കൂളിൻ്റെ 22ാം വാർഷിക സുദിനത്തിൽ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി ഞാൻ ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആശങ്ക പറഞ്ഞതുപോലെ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ എത്താനായത് സോഷ്യൽ മീഡിയയിൽ മുജാഹിദ് സമ്മേളനങ്ങളിൽ പാട്ട് പാടുന്ന ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. ആശങ്കയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത്. കലയെ സ്നേഹിക്കുന്ന ആശങ്ക വിളിച്ചപ്പോഴാണ് ഞാൻ ഈ സ്ഥലത്തെത്തിയത്. ആദ്യമായി എനിക്ക് തോന്നുന്നത് ദൈവത്തെ പറ്റി പാടാനാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും നമ്മളെയെല്ലാം ഇവിടെ എത്തിച്ചേർന്നു ആ പടച്ചവൻ, ഈശ്വരൻ, ജഗതീശ്വരൻ, അത് ഒരുവനാണ്. ദാസേട്ടൻ പാടിയതുപോലെ കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്. നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. പടച്ചവന് ഒരുപാടൊന്നുമില്ല. നമ്മൾ 17 പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പോഴേ നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളെ ദൈവം എന്നൊരു ദൈവമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹലോ, ആലമ്മാടങ്കലമൈത്തരമാനെ അടിയങ്ങൾ കാലമ്പ നീകുന്നോനെ
തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനേ. സർവ്വതും നിൻ സൂത്രം, സർവജ്ഞൻ നീ മാത്രം, സകലതും കാണുന്നു നിന്റെ നേത്രം. ഞങ്ങൾ സവിനയം പാടുന്നു നിന്റെ സ്തോത്രം. കാരുണ്യകാതലെ കനിവിൻ്റെ തെന്നലെ കാലം നീയാമോ വീതിക്കുന്നോനെ. നിന്റെ കരുണക്കായി കൈകുമ്പിൽ നീട്ടും ഞാനേ. ആലമാടങ്ങൾ ആമേതരഹിമാനെ അടിയങ്ങൾ കാലമ്പ വേകുന്നോനെ. നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനേ. ആരാധനകർഹൻ നീ മാത്രമാണല്ലോ. അർത്ഥന നിന്നിൽ ഓടുന്നല്ലോ. ഞങ്ങൾക്ക് അഭയത്തിനായി മറ്റൊരാളില്ലല്ലോ. സത്യത്തിൻ പാതയിൽ ചേർക്കുറഹിമാനെ സ്വാലികൾക്കൊപ്പം പോകുവാനെ. നിന്റെ ശാപത്തിൽ അകറ്റിടേണേ. ആലമാടങ്കലമേതരഹിമാൻ അടിയങ്ങൾ കാലമ്പ വേകുന്നോനെ. പാലികൾക്കൊപ്പം പോകുവാനെ. നിന്റെ ശാപത്തിൽ നിന്നും അകറ്റിടേണേ. ആലമാടങ്കലമേതരഹിമാൻ അടിയങ്ങൾ കാലമ്പ വേകുന്നോനെ. നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനേ. ആലമാടങ്കലമേതരഹിമാൻ അടിയങ്ങൾ കാലമ്പ വേകുന്നോനെ. നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പുരാനേ. നിന്നാമം വാഴ്ത്തുന്നു തമ്പുരാനേ. നിന്നാമം വാഴ്ത്തുന്നു തമ്പുരാനേ. എനിക്ക് ഓർമ്മ വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് KG സത്താർക്ക എന്ന ഒരാളുണ്ടായിരുന്നു. KG സത്താർക്ക ഒരുപാട് പാട്ടുകൾ പാടി. അദ്ദേഹം ബോംബെയിൽ ഇതേപോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഒരു പാട്ട് പാടി. മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ. മക്കം കാണുവാൻ കഴവം ചുറ്റുവാൻ കില്ല പിടിച്ചങ്ങ് കേഴുവാൻ. ഈ പാട്ടുകൾ പാടി കഴിഞ്ഞപ്പോൾ ബോംബെയിലുണ്ടായ ഒരു ആൾ ചോദിച്ചു, സത്താർക്ക ഈ പാട്ട് നിങ്ങൾ ആഗ്രഹമാണോ ചോദിച്ചു. അതെ, ഞാൻ തരെ മക്കത്ത് പോയില്ല. നിങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. പാസ്പോർട്ട് എടുത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ മക്കത്ത് പോവാ? പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ആ ഒരൊറ്റ പാട്ടുകൊണ്ട് KG സത്താർക്ക എന്നുള്ള മനുഷ്യൻ ഹജ്ജിന് പോയ ഒരു ചരിത്രമുണ്ട്. അതാണ് പാട്ടുകൾക്കുള്ള സ്വാധീനം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ ശ്രീധന മുമ്പിൽ വെച്ചു, പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പ് കരുതിക്കോ,
നല്ല തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ ശ്രീധന മുമ്പിൽ വെച്ചോ. എത്ര കാലം മുമ്പ് പാടിയ പാട്ടറിയോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ. കല്യാണ ചന്തയിൽ പെണ്ണിനെ വിൽക്കലും ആണിന് വാങ്ങലും ചോറ്. കഷ്ടം ഈ നിയമം മാറി മറിക്കുന്നതെന്താണ്? സൗഖ്യം കിട്ടാനിനി പൈസയുടെ മോഹം തീരണതെന്നാണ്. മെനിയാന്നൊരു കുട്ടി 19-കാരിയായ ഒരു കുട്ടി ചൊറുക്കില്ല എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയില്ലേ. വല്ലാത്തൊരു ദുരവസ്ഥക്കെതിരെയുള്ള പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ. ആരാ നമുക്ക് ആദ്യമായി പാട്ട് പാടി തന്നത്? നമുക്ക് എല്ലാവർക്കും പാട്ട് പാടിയത് നമ്മളെ ഉമ്മയാണ് അല്ലേ? ഉമ്മല്ലേ? ഉമ്മ ഏത് സംഗീത കോളേജിലാണ് പോയത്? ഉമ്മ ഒരു സംഗീത കോളേജിലും പോയില്ല. ഉമ്മക്ക് ആകെ അറിയാവുന്നതാണ് നമ്മൾ ഉറങ്ങി കിട്ടണം. പഴയ കാലത്തെ വർത്താനാണ് ഞാൻ ഈ പറയുന്നത്. അമ്പിളിമാനെ കാണിച്ചു കൊടുത്തിട്ട് തൊട്ടിലെൻ്റെ കയറ് ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ പാടുമായിരുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീരനാം വലിയാരുടെ ധീരകഥകൾ കേൾക്കണം. ശൂരനായി വളരണം പൂങ്കുരിഞ്ഞി പൈതലേ. താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. ലാ ഇലാഹ. നമ്മളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാട്ടുകാരി സിത്താര കൃഷ്ണകുമാര് അവരെ മോക്ക് പാടി കൊടുക്കുന്ന പാട്ടാത്. സിത്താര കൃഷ്ണകുമാർ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ. പാട്ടുകേട്ട് നീ ഉറങ്ങും കരളിൻ്റെ കാതലേ. കരളിൻ്റെ കാതലേ ആരിരാരോ രാരിരോ. എത്ര മനോഹരമായ താരാട്ട് പാട്ടുകളാണ് മുമ്പുണ്ടായിരുന്നത്. ഇന്നിപ്പോ എത്രയോ ഉമ്മമാരിവിടെ ഉണ്ട്. ഞങ്ങളെ കളിയാക്കിയൊന്നുമല്ല. നിങ്ങളിപ്പം ഏത് പാട്ട് പാടാം? മൊബൈൽ കയ്യിൽ കൊടുക്കുക, മൊബൈൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ ഒരു പാട്ട് പാടാനില്ല. കുറെ കാലം നമ്മൾ പാടി ലജ്ജാവതിയെ. ഇത് കുട്ടിൻ്റെ കയറി പിടിച്ച് പാടാൻ പറ്റിയ പാട്ടാണ്. കുട്ടി ഉറങ്ങി കിട്ടും ലജ്ജാവതിയെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞാണ് എൻ്റെ അമ്മേൻ്റെ ജിമ്മിക്ക് കമ്മൽ അല്ലേ. എൻ്റെ അച്ഛൻ കട്ടോണ്ട് പോയി. എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്തു. ഇതാണ് ഒരു പാട്ട്. പിന്നെയോ ഡാഡി മമ്മി വീട്ടിലില്ല, കളിയാടാൻ ആരോന്നില്ല, പിന്നെ ദില്ലാന തന്നെയാണല്ലോ അല്ലേ. ഒരു മെസ്സേജ് ഇല്ലാത്ത കുറെ പാട്ടുകളാണ്. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ദേശീയ ഗാനം പോലെ പാടുന്ന ഡബ്സിന്റെ ഒരു പാട്ടുണ്ട്. അതെന്താ? നാടിൻ നന്മകനെ പൊന്മകനെ അല്ലേ. എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ തുടങ്ങിയ എല്ലാവർക്കും പാടാൻ അറിയാം. അതിലെന്താ പാടുന്ന അറിയോ? ഇല്ലും മീനാച്ചി. പിന്നെ പാടുന്ന നിങ്ങൾ കേൾക്കൂ. പേന കത്തി കൊണ്ട് വിദ്യാരംഭം മുത്ത് ഹരിശ്രീ. പേന കത്തി കൊണ്ട് വിദ്യാരംഭം. നമ്മളൊക്കെ എന്തിനെ കുറിച്ച് ഇനി ഹിന്ദുക്കളായ ആളുകൾ ഹരിശ്രീ നമഃ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിക്കുന്നത്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മറ്റൊരു വേറൊരു കുളത്തിലൊക്കെ ചെയ്യും. ഇത് പേന കത്തി കൊണ്ടാണ് വിദ്യാരംഭം കുറിച്ചത്. അതുപോലെ തോക്കിൽ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി. തീർന്നില്ല കേട്ടോ. നമ്മളെ കുട്ടികളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടുകാരാണ്. പക്ഷെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. എല്ലാരും ചൊല്ലണ് നെഞ്ചാണ് കരളിലെന്ന്. കല്ലാണ് കരിങ്കല്ലാണ് കരളിലെന്ന്.
കണ്ടതയ്യ ചക്കരതുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലിന് നാട്ടാരും ചൊല്ലിന് കാടാണ് കരടിലെന്ന് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരടിലെന്ന് ഞാനൊന്ന് കേറിയപ്പം നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിന് നോക്കിന് എന്തിന് നോക്കിന് ചന്ദീര നീ ഞങ്ങളെ അയ്യോ ചന്ദീര അയ്യോ ചന്ദീര നീ ഞങ്ങളെ ഞാനില്ല മേലോട്ട് ഞാനില്ല മേലോട്ട് കല്യാണ ചക്കനുണ്ട് താഴെ കല്യാണ ചക്കനുണ്ട് ചെണ്ടൊന്ന് വാങ്ങണം മുണ്ട് മുറിക്കണം കൂത്താലി കെട്ടിയിടണം പൊന്നിൻ കൂത്താലി കെട്ടിയിടണം കളിയല്ല കിളിവാലം വെച്ചില തിന്നെൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എല്ലാരും ചൊല്ലിന് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാനുണ്ട് ഞാനൊരു പാട്ടും കൂടി അവസാനിപ്പിക്കും ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞൂടെ പഴയ കാലത്തൊക്കെ പ്രണയങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രണയം എല്ലാ കാലത്തും ഉണ്ട് അല്ലേ പ്രണയമൊക്കെ ഒരു മനോഹരമായ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവരും മനസ്സിലൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ മനോഹരമായ പാട്ടുകളിലെ ഒരു ഗാനം മാത്രമേ ഒരു ഗാനം ഒരു പ്രണയാണ് കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈകിളി ഒടുവിൽ നീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി ഭാസ്കരമാഷ് എത്ര മനോഹരമായിട്ടാണ് അത് പാടിയത് ഇപ്പം എന്താ നമ്മൾ പാടുന്ന അറിയോ ഇപ്പം എന്താ പറഞ്ഞത് തേച്ചില്ല പെണ്ണെ എന്നാണ് കുട്ടികൾക്ക് അറിയാം പാട്ടുകളൊക്കെ തേച്ചില്ല പെണ്ണെ ഇസ്തിരി പെട്ടി പോലെ തേച്ചില്ല പെണ്ണെ അന്ന് പ്രണയം ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ അവൾക്ക് മംഗളം നേരുന്നു ഞാൻ എന്നാ പറഞ്ഞു പോയി വരുമെന്നാണ് മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ അല്ലേ അങ്ങനെ പറഞ്ഞത് മുമ്പിനൊക്കെ ഒരു മര്യാദ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ ഇതൊക്കെ ആർക്കും അറിയില്ല പാട്ട് ഒന്ന് പാടിയൊക്കെ നല്ലതാ തടിക്ക് നല്ലതാണ് പാടില്ല നമ്മെ നമ്മൾ കേൾക്കണേ വരികൾ കേട്ടോ ഇത് എഴുതിയത് നിങ്ങൾക്ക് അറിയാലോ ചെങ്ങമ്പ എഴുതിയാണ് അല്ലേ പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ കാമുകി ചോദിച്ചാൽ ഞാൻ ആട് മേക്കാൻ നിന്റെ കൂടെ പോരട്ടെ അപ്പൊ എന്താ മറുപടി പറഞ്ഞേ പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും ഇന്നു വേണ്ടോ മലാളെ എന്നോ ഞാനും വരട്ടെ ഒന്ന് പാടാം
ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കാൻ കാട്ടിലേക്ക്. സംഭവം തന്നെ കേട്ടോ. ചങ്ങമ്പോയ 1980 പാട്ടാണെങ്കിൽ ഇതിപ്പോൾ 2020 ഇറങ്ങിയ പാട്ടാണ് തോന്നുന്നത്. ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കാൻ കാട്ടിലേക്ക്. മറുപടി എന്താ? പോരണ്ടെന്നാ പറഞ്ഞേ? ഓരോ പുന്നാരെ ഓരോ പുന്നാരെ ആടുമേക്കാൻ കാട്ടിലേക്ക്. കാലം മാറിയത്, കോലൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളെ പാട്ടും നമ്മുടെ സംഗീതവും നമ്മുടെ സാഹിത്യവും ഒക്കെ എന്തിനു എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ വേണ്ടിയാണ്. ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോടൊന്നും യാതൊരു പ്രതികരണം ആർക്കുമില്ല. ഞാനത് പ്രതികരിച്ചാൽ പ്രശ്നമാവും എന്ന് സാഹിത്യകാരൻ വിചാരിക്കുന്നു, എഴുത്തുകാരൻ വിചാരിക്കുന്നു, കലാകാരൻ വിചാരിക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയല്ല. ഈ സാഹിത്യവും സംഗീതവും ഈ വരകളും ഒക്കെ അവനവൻ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെ കൈമാറാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു സംഗീതം, അതിനുവേണ്ടിയായിരുന്നു പാടിയത്. ഇപ്പം എന്തിന് വാട്ട് ഈസ് ആർട്ട് എന്ന് വെച്ചാൽ ആർട്ട് ഫോർ ആർട്ട് എന്നാണ്. കലയ്ക്ക് വേണ്ടി എന്ന് മാത്രമായി ചുരുങ്ങിയ ഒരു കാലത്ത് ജീവിക്കുന്ന സാധുക്കളായ ആളുകളാണ് നമ്മൾ. ഇതിനിടയിൽ നമ്മളൊക്കെ നട്ടം തിരിഞ്ഞ് ജീവിക്കുന്നു എന്ന് മാത്രം. പക്ഷെ കാണുമ്പോൾ നമ്മളിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞു പോവുകയാണ്. പുതിയ തലമുറ പാടണ്ട എന്നല്ല, പുതിയ തലമുറ പാടണം, ആടണം. പക്ഷെ എന്തിനു വേണ്ടി ആവണം എന്ന് കൂടി ആലോചിക്കുന്നു. അതായിരിക്കട്ടെ ഇവിടുത്തെ ഗൈഡൻസ് പബ്ലിക് സ്കൂൾ നൽകുന്ന മെസ്സേജ്. എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യത്തിന് എന്തിനു വേണ്ടിയാവണം എന്ന് തീരുമാനിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പാട്ടും നമ്മുടെ നൃത്തവും, ഇവിടെ ഇപ്പോൾ ആദ്യമായി തുടങ്ങിയ ആ ശോകന ഡാൻസ് ഉണ്ടല്ലോ, അത് വലിയൊരു മെസ്സേജാണ് നൽകിയത് അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിനെ കരളലിയിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തൊട്ടതിലൊക്കെയും ആരെങ്കിലുമൊക്കെ ചിത്ത പറഞ്ഞ് രക്ഷപ്പെട്ട് കവറേജ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ് കൂട്ടരെ. വിലുക്കും ആദം തുറാവ്. ഗോപാലനേര മക്കളൊന്നുമല്ല, എല്ലാവരും പടച്ചോന്റെ സൃഷ്ടികളാണ്. ആദമിൻ്റെ മക്കളാണ് നമ്മളൊക്കെയും. ആദമിൻ തുറാബ് അല്ലേ? ആദം മണ്ണിൽ നിന്ന് വന്നവനല്ലേ? നമ്മളും മണ്ണിലേക്ക് തന്നെ പോകുന്നത്. അതല്ലേ നമ്മൾ മരണവിവരം കേൾക്കുമ്പോൾ ഇന്നാലില്ല വൈനയിലെ ആദ്യം വന്നവിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ളത്. നമ്മൾ എന്തിനാണ് ഈ വൈകാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അല്ലേ? പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. അല്ലാമ ഇക്ബാൽ തന്റെ കവിതയിൽ പറഞ്ഞ വരികയാണത്. ഈ ലോകം ഇന്ത്യ എന്ന മനോഹരമായ പൂങ്കാവാണ്, പൂങ്കാവനമാണ്. നമ്മളെല്ലാവരും ഒരു ചെടിയല്ലല്ലോ കുഴിച്ചിടുക, ആണോ? എൻ്റെ ഭാഷ വ്യത്യാസമുണ്ടോ? ഞാൻ മലപ്പുറക്കാരനായതുകൊണ്ട്. ചെമ്പരത്തി മാത്രമല്ലല്ലോ നമ്മൾ നടുന്നത്, എല്ലാ ചെടികളും എല്ലാ മണങ്ങളും നമ്മുടെ തോട്ടത്തിലുണ്ട് അല്ലേ? അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയു, ശാന്തി വിളക്ക് തൂക്കൂ, സ്നേഹത്തിന്റെ മുസല്ലയൊന്ന് കൽബിൻ പള്ളിയിൽ തുറന്നു വയ്ക്കൂ. കലഹമെന്തിന്, കൊലവിളികളെന്തിന്. എന്തൊരു മനോഹരമായ വാക്യമാണത്. വി.കെ. പന്നൂരിന്റെ വരികളാണത്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവന്മാർ ബൗദ്ധർ സിഖു ജൈനരെല്ലാം ഇന്ത്യ എന്നൊരമ്മയുടെ സുന്ദരരാം പൊന്നുമക്കൾ. കലഹമെന്തിന്, കൊലവിളികളെന്തിന്. പല നിറങ്ങൾ പടിപൊടി, പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. ഒരു വനത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ഇവിടെ പല ഭാഷകളും ഒഴിഞ്ഞു വാഴുന്നു, ജനം ഒഴിഞ്ഞു വാഴുന്നു. പല നിറങ്ങൾ. ഇത്ര മനോഹരമായ വരിയല്ലേ? നമ്മളെല്ലാവരും ഒരു നിറമല്ല, ഇത്രയും നിറമുള്ള ആളുകൾ, പല നിറക്കാരായ ആളുകൾ, പല തിരക്കാരായ ആളുകൾ. ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷ നമ്മൾ സംസാരിക്കുന്നു, എത്ര വേഷക്കാർ, എത്ര ദേശക്കാർ. പക്ഷേ നമ്മളൊക്കെ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്നാണ്, നമ്മുടെയൊക്കെ
ധമനികളിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പാണ് അല്ലേ? വേദയിൽ നാട്ടുകാരന് വേറെ കളറുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഒരു നിറമാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ആ ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ലോകത്തുള്ള മുഴുവൻ ആളുകളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കണം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ ബോധം പകർന്നു കൊടുക്കണം. നമ്മളെല്ലാവരും ഒന്നാണ്. ഞാൻ ഈ പാട്ട് പാടി അവസാനിപ്പിക്കാം. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസൈനുദ്ദമാനി. ബദറുൽ ഹുദായാസീൻ നബി ഹറജായം നേരം വളർകൊടി മൂണ്ടിടയതിലുണ്ട് അബിയത് വർണ്ണമതാം പിന്നണ്ട് അസുവതുവാ. അവളുടെ മധുരിതമാം പേരാണ് ഹുസൈനുദ്ദമാനി. മഹിൽ മഹാസീനൻ മഹിമഴയും സുൽത്താൻ മലർമഴവില്ലായിട്ടൊരു കനിമോട് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസൈനുദ്ദമാനി. ജമാൽ പൂവിന് കസവളിയും പെണ്ണിന് കിസവരയാൻ കൂട്ടിനൊണ്ടൊരു തെളിനൂറ് കഥയിത് ഇസുമുരയാനാത്തോൾ ബദറുൽ മുനീർ. മഹി മഹാസീനൻ മഹിമഴയും സുൽത്താൻ മലർമഴവില്ലായിട്ടൊരു കനിമോട് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസൈനുദ്ദമാനി. അരമനയിൽ സുൽത്താന്റെ പരിചരനോ പ്രിയമകനാണാമഞ്ചൻ ബദറുൽ മുനീർ. അവനെ പ്രിയതമനായി കാണുന്നു ഹുസൈനുദ്ദമാനി. മഹിൽ മഹാസീനൻ മഹിമഴയും സുൽത്താൻ മലർമഴവില്ലായിട്ടൊരു കനിമോട് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസൈനുദ്ദമാനി. മഹിൽ മഹാസീനൻ മഹിമഴയും
തൗഹീദ് ഖാൻ. ഞാൻ പറയും ഞാൻ മുന്നോടി വരാം. അവിടെ ഈ പാടുകയും പ്രസംഗിക്കുകയും രണ്ടും കൂടി ചെയ്യുന്നത് വലിയ പാടാണ്. അപ്പോൾ ഏതിലൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ, എന്റെ ഖബറിനെ ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ, എന്റെ ഖബറിനെ ആരാധനയ്ക്കുള്ള മന്ദിരമാക്കരുതുമ്മത്തി. ഒരു ഖുർആൻ ആയത്താണ്. അല്ലാഹുമ്മ ലാ തജൽ ഖബരി എന്താ ഈദൻ യുബത്ത്. അല്ലാഹുമ്മ ലാ തജൽ ഖബരി ഫസ്ലൻ. ഞാൻ മറന്നു പോയിട്ടുണ്ട്. കുറച്ച് കൊല്ലമായി ഇപ്പോൾ അറബി കോളേജിൽ പോന്നിട്ട് മറന്നു. ഏതായിരുന്നാലും നിങ്ങൾ വിളിച്ചതിനൊക്കെ നന്ദി പറയുകയാണ്. ഒന്നുകൂടി നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിനോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായിനോ അല്ലാഹു അല്ല. നിങ്ങൾ സഹിക്കുക. അത്ര വലിയ കഴിവുകളുള്ള ആളൊന്നുമല്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ പാടാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ പാടാറുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞ് വരികയാണ്. കലോത്സവത്തിൽ പോകാറുണ്ട്, പുസ്തകം എഴുതാറുണ്ട്. അങ്ങനെ പഠിച്ചോ കുറച്ച് കഴിവുകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സമൂഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഗൈഡൻസ് പബ്ലിക് സ്കൂളിൻ്റെ ഈ 22ാം വാർഷിക പരിപാടി നിങ്ങളുടെ അനുഭവത്തോടുകൂടി ദൈവത്തിൻ്റെ നാമത്തിൽ, പടച്ചവൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. Thank you, sir. A big round of applause for Rahman sir for being such a lovely and energetic rendition of Mapla Park. Thank you so much for sharing your incredible talent with us tonight. As a token of love and care from Gaydon's family, we are planning to give a memento to Rahman sir. For receiving the memento, I would like to welcome Rahman sir. For handovering the memento, I would like to welcome our beloved manager Hashim sir. Welcome you, sir. Next, prize distribution. I invite Isha Mahrin Shihab CBSE State Kalolsavam Recitation Arabic A grade winner for receiving the praise. For giving the praise, I invite our beloved manager Hashim sir. Next, I welcome Taghliya Tawfiq to receive the Proficiency Award of Class 9 2K23-24. Now, it's time to give a token of love to the lady who is behind the title Kalaravam. Let's welcome our beloved city teacher to receive a small gift from Gaydon's family. I invite the chief guest Rahman sir to give the gift. As we near the conclusion
conclusion of this memorable evening, it's time to express our gratitude to everyone who made this event a grand success. To deliver the word of thanks, I now invite our Vice Principal Mahi Seti to take the stage and extend our heartfelt appreciation. Good evening to everyone, respected dignitaries, esteemed guests, parents, teachers, dear students, and everyone gathered here. We are in the glittering events of Kalarabam 2K25 and wishing a delightful evening to everyone present here. On behalf of Guidance Public School, I deem it a great honor and privilege to stand before you to propose the words of gratitude for being with us in this evening and making us feel proud. First and foremost, we thank Almighty God who has designed and refreshed our soul with a sweet stream of blessing. First of all, I would like to say thanks our respected manager, P.A. Hashim sir, who presided over the function. He is a good man and owner of good mind. His able guidance has always encouraged us. I thank him for vision, interest, commitment, and continued support. On behalf of everyone, I express sincere gratitude to our manager, P.A. Hashim sir. Thank you, sir. Next, I would like to say thanks to our today's chief guest, Mr. Rahman Warakadu sir, who kindly accepted our invitation and inaugurated our 22nd anniversary Kalarabam 2K25. And he also sang a good song and gave a good message for us. Thank you, sir, for being with us today. And your presence and valuable insight you have shared with us. I express sincere gratitude on the behalf of the Guidance family. Thank you, sir. A leader is someone who creates an event. Team members essentially bring life to it. I would like to give sincere gratitude to our respected principal, Shafiq sir, for his meticulous planning and hard work. On behalf of everyone, I express gratitude to our principal for providing encouragement and support. Thank you, sir. Then I would like to say thanks to the chairman of the Al-Huda Charitable Trust, Mr. M.K.M. Sharif sir. He is not here. And V.M. Ajna sir, Joint Secretary of Al-Huda Charitable Trust, and Muhammad Sharif sir, PTA President. They graced the presidium in this event. Thank for their countless supports. Thank you, sir. Next, I take privilege to thank our management members. They are Ansari sir, Isha sir, Ajna sir, Haris sir, Najib sir, Shafiq sir, Abdul Khadir sir. It is their collective work that has made the school a great institution. May God bless them more for their hard work. Thank you on behalf of everyone. Thanks to them. Now, our annual day coordinators, Sina teacher and Sijo sir, who have worked tirelessly to train and mentor our students, who coordinate all the programs. Thank both of them for your hard work. Next, let me thank our entire teaching and non-teaching faculties of Guidance Public School for their efforts in organizing this event. Your hard work, dedication, and commitment have not gone unnoticed. You all have been instrumental in bringing this Kalarabam 2K25. Thank you all my dear colleagues. Thank you. Next, I want to say thanks to people those who are here. We wish you all the members from various institutions for your valuable presence, and we feel elevated by your arrival. We are extremely thankful to our dignitaries, special invitees, parents, our dear students, especially students. Their talent, enthusiasm have made this event truly unforgettable. So, and technical team, and light, sound, photographs, and e-news, and Iratipeta, and your silent witness and sense of appreciation. Thank you, all of them. Then thank you once again, everyone, for making this 22nd annual day celebration of Guidance Public School Kalarabam 2K25 a resound success. Thank you, everyone. So once again, thanks to everyone. Thank you.